നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടിമാലി ടൗണിൽ ഭിക്ഷാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഒന്നിലധികം ആളുകൾ പല സമയങ്ങളിലായി വ്യാപാര സ്ഥാപനങ്ങളിൽ പണം ചോദിച്ചെത്തുന്നു. താൻ മത്സരിക്കേണ്ട എന്ന പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് തനിക്കറിയില്ലെന്നും മത്സരിച്ചില്ലെങ്കിൽ വിഷമമില്ലെന്നും എം മണി MLA. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നായയെ കൊന്ന് കെട്ടിത്തൂക്കിയതായി പരാതി. അടിമാലി കുരിശുപാറയിലാണ് പരാതിക്കിടവരുത്തിയ സംഭവം നടന്നത്. പ്രമുഖ ബാൻഡായ നടരാജ് പെൻസിൽ കമ്പനിയുടെ പേരിൽ വ്യാപകമായ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നതായി പരാതി. ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘമാണ് പ്രവർത്തിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. അടിമാലി ടൗണിൽ ഭിക്ഷാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഒന്നിലധികം ആളുകൾ പല സമയങ്ങളിലായി വ്യാപാര സ്ഥാപനങ്ങളിൽ പണം ചോദിച്ച് എത്തുന്നതും പണം ലഭിക്കാതെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പോകാൻ തയ്യാറാകാതെ വരുന്നതും വ്യാപാര സ്ഥാപന നടത്തിപ്പുകാർക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. സ്കൂൾ കോളേജ് സമയങ്ങളിൽ വിദ്യാർത്ഥികളോട് വരെ പണം ചോദിച്ചെത്തുന്ന ഭിക്ഷാടകർ പണം ലഭിക്കാതെ വരുമ്പോൾ ശാപവാക്കുകൾ പറയുന്ന കാഴ്ചയും പതിവാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അടിമാലി ടൗണിൽ ഭിക്ഷാടകരുടെ എണ്ണം വർദ്ധിച്ചിട്ടുള്ളതായാണ് പരാതി. ടൗണിൽ ബസ് സ്റ്റാൻഡ് പരിസരം, സെൻട്രൽ ജംഗ്ഷൻ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെയാണ് ഭിക്ഷാടകരുടെ സാന്നിധ്യം കൂടുതലായുള്ളത്. ആശുപത്രി പരിസരത്തും ഭിക്ഷയാചിക്കുന്നവരുണ്ട്. അതിരാവിലെ ടൗണിലെത്തുന്ന ഇവർ രാത്രിയാക്കുന്നതോടെ ടൗണിൽ നിന്നും അപ്രത്യക്ഷരാകും. വൃദ്ധരും അംഗവൈകല്യമുള്ളവരുമാണ് ടൗണിലെത്തിയിട്ടുള്ള ഭിക്ഷാടകരിൽ കൂടുതൽ. ഒന്നിലധികം ആളുകൾ പല സമയങ്ങളിലായി വ്യാപാര സ്ഥാപനങ്ങളിൽ പണം ചോദിച്ചെത്തുന്നതും പണം ലഭിക്കാതെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പോകാൻ തയ്യാറാകാതെ വരുന്നതും വ്യാപാര സ്ഥാപന നടത്തിപ്പുകാർക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. സ്കൂൾ കോളേജ് സമയങ്ങളിൽ വിദ്യാർത്ഥികളോട് വരെ പണം ചോദിച്ചെത്തുന്ന ഭിക്ഷാടകർ പണം ലഭിക്കാതെ വരുമ്പോൾ ശാപവാക്കുകൾ പറയുന്ന കാഴ്ചയും പതിവാണ്. ഭിക്ഷാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ പതിയണമെന്ന ആവശ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘമായി എത്തുന്ന ഭിക്ഷാടകർ പിന്നീട് ഒറ്റതിരിഞ്ഞ് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭിക്ഷയാചിക്കും. ഭിക്ഷാടകരെ കൂട്ടമായി ടൗണിലെത്തിച്ച് പണം സ്വരൂപിക്കുന്ന സംഘം പ്രവർത്തിക്കുന്നു എന്ന സംശയം വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുയരുന്നുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. താൻ മത്സരിക്കേണ്ട എന്ന പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് തനിക്കറിയില്ലെന്നും മത്സരിച്ചില്ലെങ്കിൽ വിഷമമില്ലെന്നും എം മണി MLA. വണ്ടൻമേട പുറ്റടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം മണി. അത് മത്സരിക്കുന്ന വേണ്ടെന്നൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കും. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഈ വ്യക്തികളായ ആളുകൾ തീരുമാനിക്കാറില്ല. പാർട്ടി കമ്മിറ്റികളിലാണ് തീരുമാനിക്കുക. ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് ആരെ എവിടെയൊക്കെ സ്ഥാനാർത്ഥിയാകണമെന്നൊക്കെ തീരുമാനിക്കും. പേര് മാത്രമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് പോയത്. സംസ്ഥാന കമ്മിറ്റി ചിലപ്പോൾ മറ്റൊരു പേര് നിർദ്ദേശിക്കപ്പെട്ടത് അതിപ്പോൾ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിലില്ല. അറിയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞാൽ ഞാനിങ്ങനെ പറയും. ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഞാനിപ്പോൾ രാവിലെ മുതൽ ഇവിടെ പരിപാടികൾ വാർത്തയൊന്നും ഞാൻ കേട്ടില്ല. മണ്ഡലത്തിലെ പൊതുവികാര ഭാഷ മത്സരിക്കണമെന്നുള്ളതാണ്. അത് എന്ത് വികാരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടി തീരുമാനിച്ചെന്ന് ഓക്കെ, ഇല്ലേ വേണ്ട, അത്ര. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നായയെ കൊന്ന് കെട്ടിത്തൂക്കിയതായി പരാതി. അടിമാലി കുരിശുപാറയിലാണ് പരാതിക്കിടവരുത്തിയ സംഭവം നടന്നത്. കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണറ്റിനുള്ളിൽ നായയുടെ മൃതദേഹം കണ്ടതോടെയാണ് സംഭവം വീട്ടുകാർ അറിയുന്നത്. ഫുട്ബോളിനോട് ചേർന്ന് നായയുടെ ജഡം കെട്ടിവെച്ച നിലയിലായിരുന്നുവെന്ന് വീട്ടുടമ പറഞ്ഞു. അടിമാലി കുരിശുപാറ സ്വദേശിനി വത്സമ്മയും അയൽവാസിയായ കുടുംബവും ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിലാണ് അഴുകിയ നിലയിൽ ദുർഗന്ധം വമിച്ച നായയുടെ ജഡം കണ്ടെത്തിയത്. വീടിനോട് ചേർന്ന കൃഷിയിടത്തിലുള്ള കിണറ്റിൽ നിന്നുമാണ് ഇവർ കുടിവെള്ളം എടുത്തിരുന്നത്. ചുറ്റുമതിലുള്ള കിണറിന് മുകൾ ഭാഗത്ത് പച്ച നെറ്റും വലിച്ചു കെട്ടിയിരുന്നു. വെള്ളത്തിന് അസഹനീയമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കിണറ്റിനുള്ളിൽ നായയുടെ ജഡം കണ്ടെത്തിയത്. ഫുട് വാൽവിനോട് ചേർന്ന നായയുടെ ജഡം
കെട്ടിവെച്ച നിലയിലായിരുന്നുവെന്ന് വീട്ടുടമയായ വത്സമ്മ പറഞ്ഞു. വെള്ളം ഞങ്ങൾ കുടിച്ചോണ്ടെങ്കിൽ വെള്ളത്തിന് മണവും ചൊവയായിരുന്നു. ചൊവ കഴിഞ്ഞ് ആദ്യം ഒന്നും നോക്കിയില്ല. അത് കഴിഞ്ഞ് കിണറ്റിൽ പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേന് പട്ടി ചത്ത് പൊങ്ങിക്കിടക്കുന്നുണ്ട്. പിറ്റേ ദിവസം ആയപ്പോഴത്തേന് അത് ഞങ്ങൾ ആളെ നിർത്തി എടുത്തു പട്ടീനെ. എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് പട്ടീനെ ഗുഡ്ബാലോ കെട്ടി താഴെ താത്തേക്കുക വലിച്ചു പൊക്കി അങ്ങനെയാണ് എടുത്തത്. നായയുടെ ജഡം പൂർണ്ണമായെന്ന വണ്ണം അഴുകിയ നിലയിലായിരുന്നു. ഈ വെള്ളം കുടുംബങ്ങൾ ഏതാനും ദിവസം ഉപയോഗിക്കുകയും ചെയ്തു. നായ തനിയെ കിണറ്റിൽ ചാടിയതാകാമെന്ന് ആദ്യം കരുതിയെങ്കിലും ഇന്നലെ നായയെ കിണറ്റിൽ നിന്നും പുറത്തെടുക്കാൻ ശ്രമിച്ചതോടെയാണ് നായയുടെ ജഡം ഫുട്വാൽവിനോട് ചേർന്ന കെട്ടിവെച്ച നിലയിലാണെന്ന് കിണറുടമ തിരിച്ചറിഞ്ഞത്. ഇതോടെ വത്സമ്മ അടിമാലി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. കൃത്യം നടത്തിയവരെ കണ്ടെത്തണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. പ്രമുഖ ബാൻഡായ നടരാജ് പെൻസിൽ കമ്പനിയുടെ പേരിൽ വ്യാപകമായ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നതായി പരാതി. ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടുന്ന സംഘമാണ് പ്രവർത്തിക്കുന്നത്. രാജകുമാരി സ്വദേശിയായ കുരിശിങ്കൽ ഷിബി ജോസഫിനാണ് ഇതുവഴി പണം നഷ്ടമായത്. വീട്ടിലിരുന്ന് പെൻസിൽ പാക്ക് ചെയ്യുന്ന ജോലി നൽകും, മാസം 30,000 രൂപ ശമ്പളം ലഭിക്കും എന്ന വാഗ്ദാനത്തോടെയാണ് തട്ടിപ്പ് ആരംഭിക്കുന്നത്. ആദ്യം 650 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം എന്നാവശ്യപ്പെടുന്നു. തുടർന്ന് 1999 രൂപ കൂടി നൽകിയാൽ 2 മിനിറ്റിനുള്ളിൽ 17,600 രൂപ അക്കൗണ്ടിൽ ലഭിക്കുമെന്ന് വിശ്വസിപ്പിക്കുന്നു. പെൻസിൽ വീട്ടിലെത്തിച്ച് നൽകുമെന്നാണ് പറയുന്നത്. ഷിബി ജോസഫ് 650 രൂപ നൽകി രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ കൂടുതൽ തുക ആവശ്യപ്പെട്ടപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായതെന്ന് അറിയിച്ചു. തുടർന്ന് പണം തിരികെ ലഭിക്കാത്തതായതോടെയാണ് വഞ്ചന വ്യക്തമായത്. അവർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നടരാജ് കമ്പനി പെൻസിൽ പാക്കിങ് മാസം 3,000 രൂപ അല്ല 30,000 രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം നമ്മളൊരു 650 രൂപ അടയ്ക്കണം. അത് കഴിയുമ്പോൾ അവർ പെൻസിൽ പാക്കിട്ട് വീട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അതൊരു തട്ടിപ്പായിരുന്നു. ഞാനൊരു 650 രൂപ അയച്ചു കൊടുത്തു. പിന്നെ അവർ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഒരു 1999 രൂപ അയച്ചു തരണം, എന്നാലാണ് പെൻസിൽ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 650 കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി അതൊരു തട്ടിപ്പാണെന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ ചാനലിലൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. വാട്സപ്പ് വഴിയാണ് ഇരകളെ കണ്ടെത്തുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നത്. ആകർഷകമായ സന്ദേശങ്ങളും വ്യാജരേഖകളും ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് വിശ്വാസം നേടിയാണ് പണം കൈക്കലാക്കുന്നത്. ഇത്തരത്തിൽ നിരവധി പേരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതായി സൂചനയുണ്ട്. ഇത്തരം ഓൺലൈൻ ജോലി വാഗ്ദാനങ്ങളിൽ പൊതുജനം ജാഗ്രത പാലിക്കണമെന്ന പോലീസ് മുന്നറിയിപ്പ് നൽകി. കമ്പനികളുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അല്ലെങ്കിൽ വിശ്വസ്തത ഉറപ്പാക്കാതെ പണം കൈമാറരുതെന്നും അധികൃതർ അറിയിച്ചു. സിറ്റി വിഷൻ, രാജകുമാരി. ഇനി ചെറിയൊരിടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
വീണ്ടും വാർത്തകളിലേക്ക്. തടിയമ്പാട് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പഴയ പാലം ചെക്ക് ഡാം മാതൃകയിൽ ഷട്ടറുകളിട്ട് ജലസംഭരണം ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തടാകമാക്കി മാറ്റി ഈ പ്രദേശത്ത് ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തടിയമ്പാട് പുതുതായി നിർമ്മിക്കുന്ന പാലം നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ കൂടി പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പാലം എന്ന നിലയിലാണ് ഇപ്പോൾ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഈ പാലം പൂർത്തിയാകുമ്പോൾ പഴയ പാലം അപ്രസക്തമാകും. പഴയ പാലത്തിന്റെ സ്കൂളുകളിൽ ഷട്ടറുകൾ പിടിപ്പിച്ച് ജലസംഭരണം ഉറപ്പാക്കുകയും ചെറുവള്ളങ്ങളും ബോട്ടുകളും ഇറക്കി പ്രദേശത്തെ ടൂറിസം ആക്കി മാറ്റണമെന്നുമാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. 5 കോടി രൂപയോ എത്രയോ മുടക്കിയത് ബലപ്പെടുത്തിയിട്ടുണ്ടെന്ന് സൈഡ് കോൺക്രീറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു 3-4 ഹോളാണുള്ളത്. അപ്പോൾ അവിടെ ഒരു പ്രദേശം ഇവിടെയെല്ലാം കല്ലൊക്കെ പൊടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഭാവിയിൽ ഷട്ടർ വെച്ചിട്ട് ഇതൊരു തടാകമാക്കി മാറ്റുകയാണെങ്കിൽ 100 കണക്കിന് ആളുകൾക്ക് ഇവിടെ വന്ന് കുളിക്കുന്നതിനും നീന്തൽ പഠിക്കുന്നതിനും നീന്തുന്നതിനും ചൂണ്ടയിടുന്നതിനും മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ ഏറ്റവും നീളമുള്ള പാലങ്ങളിലൊന്നായിരുന്ന ഈ പദ്ധതി ഗതാഗത സൗകര്യത്തിനു പുറമെ പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിനും വഴിയൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി നടപ്പാതകളും ലൈറ്റിങ്ങും സൗന്ദര്യവൽക്കരണവും നടപ്പാക്കിയാൽ പെരിയാറിന്റെ തീരപ്രദേശത്തിന് പുതിയ ഭംഗി ലഭിക്കുമെന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത്. ശബരിമല മണ്ഡലകാലം ഉൾപ്പെടെ വർഷം മുഴുവൻ തമിഴ്നാട് സംസ്ഥാനത്തു നിന്ന് ഉൾപ്പെടെ നിരവധി ഭക്തർ സമീപത്തെ അയ്യപ്പ ക്ഷേത്രങ്ങളിലെത്തുന്ന സാഹചര്യത്തിൽ ഇവർക്കായി ശാന്തമായ നദീതീര വിനോദ സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞാൽ പ്രദേശത്തെ ടൂറിസം രംഗം ശക്തിപ്പെടുമെന്ന് വിലയിരുത്തപ്പെടുന്നു. MP ഡീൻ കുര്യാക്കോസ് വിഷയത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് അറിയിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച് പരിഗണിക്കുന്നതാണ്. ഏതായാലും ആ ഒരു നിർദ്ദേശം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നടപ്പിലാക്കിയാൽ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലാണ് അതിൻ്റെ കൂടിയാലോചനകൾ നടക്കേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതും. പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ആ ഒരു പ്രപ്പോസലിനോട് ഞാൻ അതിനെ സ്വീകരിക്കുന്നു. അതിൻ്റേതായ നിലയിൽ അത് പരിഗണിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുന്നതാണ്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ പദ്ധതി നടപ്പിലാക്കാനായാൽ തടിയമ്പാട് പ്രദേശം ഗതാഗത സൗകര്യത്തിനു പുറമെ ഒരു സമഗ്ര വിനോദസഞ്ചാര കേന്ദ്രമായും മാറുമെന്ന് ഉറപ്പാണ്. സിറ്റി വിഷൻ, ഇടുക്കി. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ വണ്ടൻമേട് പഞ്ചായത്തിൽ നടപ്പാക്കിയ വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പിന്റെ വിതരണം നടന്നു. പുറ്റടി NSP ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് നിർവഹിച്ചു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാ സ്കൂളുകളിലും നടപ്പാക്കി വരുന്ന വിദ്യാർത്ഥി ഹരിതസേന പദ്ധതിയുടെ ഭാഗമായുള്ള സ്കോളർഷിപ്പ് വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് വണ്ടൻമേട് പഞ്ചായത്തിൽ നടന്നത്. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധവും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവുകളും സമൂഹത്തിൽ ശുചിത്വബോധം വളർത്തുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. UP വിഭാഗങ്ങളിൽ നിന്ന് 6-7 ക്ലാസ്സുകളിലെ കുട്ടികളും ഹൈസ്കൂൾ തലത്തിൽ 8-9 ക്ലാസ്സുകളിലെയും ഹയർ സെക്കൻഡറി തലത്തിൽ +1 വിദ്യാർത്ഥികളെയുമാണ് ഹരിതസേനയുടെ ഭാഗമാക്കിയിട്ടുള്ളത്. വണ്ടൻമേട് പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 50 വിദ്യാർത്ഥികളെയാണ് ഹരിതസേനയുടെ ഭാഗമായി തിരഞ്ഞെടുത്തത്. 1500 രൂപ വീതം സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും നൽകി. മികച്ച സ്കൂളിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനം പുറ്റടി നെഹ്റു സ്മാരക പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് നിർവഹിച്ചു. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധവും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവുകളും കൂട്ടി വളർത്തുകയും സമൂഹത്തിൽ ശുചിത്വ ബോധം അത് വ്യാപിപ്പിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ അത് ഊട്ടി വളർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പം നമ്മുടെ വിദ്യാർത്ഥികളെയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം അവരാണ് ഇനിയുള്ള തലം നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളെ ഈ സ്കോളർഷിപ്പിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു അക്കാട്ടുമുണ്ട ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ KN ശശി, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലക്ഷ്മി ശരവണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ രമേശ്,
PTA പ്രസിഡന്റ് സജി കുന്നിൽ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ജോസഫ് KJ, പുറ്റടി NSSP ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ സേതുനാഥ് P എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ശുചിത്വ മിഷൻ ജീവനക്കാർ, വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തയ്യാറാക്കിയ പ്രദർശനവും നടന്നു. സിറ്റി വിഷൻ, കുമളി. ഹിന്ദു ഏകതാ സമ്മേളനം നെടുങ്കണ്ടത്ത് നടന്നു. രാമക്കൽമേട് ക്ഷേത്രത്തെ തീർത്ഥാടനമായി ഉയർത്താൻ യോഗത്തിൽ തീരുമാനം. ഹിന്ദു ഏകതാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചത്. നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ബ്രഹ്മകുമാരി അംബിക ബഹൻജി ഉദ്ഘാടനം ചെയ്തു. പ്രവൃത്തികൾ ശ്രേഷ്ഠതയും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മഹത്വമുള്ളവരായിട്ട് മാറുന്നത്. ശ്രേഷ്ഠമായ ചിന്തകൾ, ശക്തമായ മാനസികാവസ്ഥ രൂപപ്പെടുത്തുന്നു. നമുക്കറിയാം നാം എന്താണ് ചിന്തിക്കുന്നത്. RSS ദക്ഷിണ കേരള വിദ്യാർത്ഥി പ്രമുഖ് ശ്രീ വിപിൻ കുമാർ അരിവല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സമുദായ സംഘടനാ നേതാക്കളായ മധു കമലാലയം, K സുരേഷ് കുമാർ, മഞ്ജുള കണ്ണൻ, ഉണ്ണികൃഷ്ണൻ, KV ലെനിൻ, സുനിൽ കുഴിവേലിൽ, MR രതീഷ്, OK സജയകുമാർ, മാണിക്കുളത്ത്, M വിനുപ്രസാദ്, ജ്യോതിസ് S തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി സത്യസായി ഭജൻസ് നെടുങ്കണ്ടം അവതരിപ്പിച്ച ഭജനും പാമ്പാടുംപാറ ഗുരുമംഗലം സിവീരൻ കളരിയിലെ GK രാജശേഖരൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് പ്രദർശനവും നടന്നു. രാമക്കൽമേട് ശ്രീരാമ ദുർഗാദേവി ക്ഷേത്രം വലിയൊരു തീർത്ഥാലയമാക്കി ഉയർത്തുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച നടത്തി. അജി കൊളത്തുങ്കൽ, അജയൻ പാമ്പാടുംപാറ, അരുൺ ചോറ്റുപാറ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രാദേശിക ക്ഷേത്രങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുവാനും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് സനാതനധർമ്മ പഠന കേന്ദ്രങ്ങൾ രൂപീകരിക്കുവാനും സമ്മേളനം തീരുമാനിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. LDF ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന വികസന വിളംബര ജാഥ ഇന്ന് സമാപിക്കും. ജാഥയ്ക്ക് അടിമാലിയിൽ സ്വീകരണം ഒരുക്കി. കഴിഞ്ഞ മാസം 28-നായിരുന്നു വികസന വിളംബര ജാഥയ്ക്ക് തുടക്കം കുറിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് LDF ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന വിളംബര ജാഥയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് A രാജ MLA ക്യാപ്റ്റനായും, അഡ്വക്കേറ്റ് AM മാത്യു വൈസ് ക്യാപ്റ്റനായും, അഡ്വക്കേറ്റ് T ചന്ദ്രപാൽ ജാഥ മാനേജറായിട്ടുമാണ് വികസന വിളംബര ജാഥ നടന്നുവരുന്നത്. ജാഥയ്ക്ക് അടിമാലിയിൽ സ്വീകരണം ഒരുക്കി. ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് A രാജ MLA സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിച്ചു. സാധാരണ തെരഞ്ഞെടുപ്പ് നേരങ്ങളിൽ പലരും പല വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് വോട്ട് വാങ്ങിച്ചിട്ട് പോകുന്നതല്ലാതെ ആ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് കാണിച്ചു തന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. 4 ദിവസങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ജാഥയ്ക്ക് ഇന്ന് വൈകിട്ട് സമാപനമാകും. ഇരുമ്പുപാലത്ത് സമാപന സമ്മേളനം നടക്കും. ജാഥയുടെ അവസാന ദിവസമായ ഇന്ന് കല്ലാർകുട്ടിയിൽ നിന്നുമായിരുന്നു ജാഥ പ്രയാണം ആരംഭിച്ചത്. കൂമ്പൻപാറ, 200 ഏക്കർ, മച്ചിപ്ലാവ്, പഴമ്പിള്ളിച്ചാൽ, ദേവിയാർ എന്നിവിടങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം ഒരുക്കി. കഴിഞ്ഞ മാസം 28-നായിരുന്നു വികസന വിളംബര ജാഥയ്ക്ക് തുടക്കം കുറിച്ചത്. സിറ്റി വിഷൻ, അടിമാലി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ,
രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്, 92.5 വെള്ളി ആഭരണങ്ങൾ, എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 15,585 രൂപ, പവന് 1,24,680 രൂപ, വെള്ളി ഗ്രാമിന് 315 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിമാലി ടൗണിൽ ഭിക്ഷാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഒന്നിലധികം ആളുകൾ പല സമയങ്ങളിലായി വ്യാപാര സ്ഥാപനങ്ങളിൽ പണം ചോദിച്ചെത്തുന്നു. താൻ മത്സരിക്കേണ്ട എന്ന പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തനിക്കറിയില്ലെന്നും മത്സരിച്ചില്ലെങ്കിൽ വിഷമമില്ലെന്നും എം മണി MLA. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നായയെ കൊന്ന് കെട്ടിത്തൂക്കിയതായി പരാതി. അടിമാലി കുരിശുപാറയിലാണ് പരാതിക്കിടവരുത്തിയ സംഭവം നടന്നത്. പ്രമുഖ ബാൻഡായ നടരാജ് പെൻസിൽ കമ്പനിയുടെ പേരിൽ വ്യാപകമായ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നതായി പരാതി. ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘമാണ് പ്രവർത്തിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.